ഹായ് എല്ലാവർക്കും നമസ്കാരം. ലിജീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട്ലേറ്റാണ്. അപ്പോൾ ഇന്നത്തെ കട്ട്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിക്കൻ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റിന് ആവശ്യമായ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കൻ, ഇതൊരു 250 ഗ്രാമോളം ഞാൻ ബോൺലെസ് ചിക്കനാണ്, എല്ലില്ലാത്ത പീസ് നോക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലുള്ള പീസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഇതിന് ആവശ്യമായ സവോള മീഡിയം സൈസ് 2 സവോള ഞാനെടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ വെളുത്തുള്ളി ഒരു 4-5 അല്ലി, ഒരുപാട് മുഴുത്ത അല്ലിയായിരുന്നു, അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ചെറിയ 2 മുളക് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നതാണത്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയ 2 മുട്ടയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ബ്രെഡ് ക്രംസിൽ മുക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇത് നമുക്കൊന്ന് പൊട്ടിച്ചൊന്ന് അടിച്ചും കൂടി എടുക്കാം. അപ്പം നമ്മളിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചെയ്യുന്നത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് മീഡിയം സൈസ് 2 സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ആദ്യമേ ചിക്കൻ വേവിച്ച സമയത്തോ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച സമയത്തൊക്കെ നമ്മൾ ഉപ്പ് അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് മാത്രം, സവാളയ്ക്കുള്ള ഉപ്പ് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമുക്കിതിലേക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ നിറമൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് എരിവിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കിടന്നൊന്ന് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ മിക്സിൻ്റെ അകത്ത് ശരിക്കും ചിക്കനാണ് കൂടുതൽ വരുന്നത്, കിഴങ്ങിനേക്കാളും കൂടുതൽ വരുന്നത് ചിക്കനാണ്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചിക്കനും പൊട്ടറ്റോയും എല്ലാം മസാലയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇത് റെഡി ആയതാണ്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷമാണ് നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ചൂടാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇവിടെ ആറിയിരിക്കുന്നുണ്ട്. നമുക്കിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് ഒന്ന് കുറേശ്ശെ എടുത്തിട്ടൊന്ന് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. ഒന്നുകിൽ ഓവൽ ഷേപ്പിലോ അല്ല റൗണ്ട് ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഷേപ്പാക്കിയിട്ട് ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കട്ട്ലേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾക്ക് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത് മുട്ട നമ്മൾ അടിച്ചു വച്ചിരിക്കുന്നതാണ്. അടിച്ചു വച്ചിരിക്കുന്ന മുട്ടയിലേക്ക് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക.
നമ്മൾ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചു. ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ഉണ്ടാക്കി തീർന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കട്ട്ലേറ്റ് ഓരോന്നിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഒരുമാതിരി നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഇടാനായിട്ട്. ഓവർ ചൂടാവരുത്, എന്നാൽ തീരെ ചൂട് കുറവുമായിരിക്കരുത്. പിന്നെ ഓവർ ചൂടായി പോയാലും അതുപോലെ തന്നെ ചൂട് തീരെ കുറഞ്ഞു പോയാലും കട്ട്ലേറ്റ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ ചൂട് കുറവാണെങ്കിൽ എണ്ണ കുടിക്കും, ചൂട് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റൊക്കെ പെട്ടെന്നായി കിട്ടും. കാരണം ഉള്ളിൽ എല്ലാം നേരത്തെ വെന്തതായതുകൊണ്ട് പുറം മാത്രമേ നമുക്ക് വേവാനുള്ളൂ. നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. ബാക്കിയും കൂടെ നമുക്കിതുപോലെ എന്നിട്ട് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം നമ്മളിവിടെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഉള്ളു നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും കട്ട്ലേറ്റിൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായതെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും. പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.